നമസ്കാരം. വർക്കലയിൽ നിന്നുള്ള ഏറ്റവും സുപ്രധാനമായ ഒരു വാർത്തയാണ്. മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഓഫീസിൽ, വർക്കല ഓഫീസിൽ പോലീസിൻ്റെ വിജിലൻസ് വിഭാഗം ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ മിന്നൽ പരിശോധന. ഇന്ന് ഉച്ചയ്ക്ക് 12:30 മിന്നൽ പരിശോധന നടത്തി വരുന്നത്. ഡിവൈഎസ്പി വിനോദ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം വർക്കലയിലെ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിനുള്ളിൽ പരിശോധന നടത്തി വരികയാണ്. ഫയലുകളും ഉദ്യോഗസ്ഥരുടെ ഫോണുകളും പരിശോധിച്ച് വരികയാണെന്നുള്ള വിവരമാണ് നമുക്ക് അവിടെ നിന്നും അറിയുവാൻ സാധിക്കുന്നത്. ഉദ്യോഗസ്ഥർ ഇവിടുത്തെ ആർ ടി ഒ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ ഉൾപ്പെടെയുള്ളവരെല്ലാം ഇപ്പോൾ വിജിലൻസ് വിഭാഗം ചോദ്യം ചെയ്യുകയും ഓഫീസുകളിൽ പരിശോധന നടത്തുകയുമാണ് ചെയ്യുന്നത്. വർക്കല മോട്ടോർ വാഹന വകുപ്പിൻ്റെ പ്രധാന സബ് ഓഫീസിലാണ് ഇപ്പോൾ പരിശോധന നടന്നു വരുന്നത്. പോലീസിൻ്റെ വിജിലൻസ് വിഭാഗമാണ്, ഡിവൈഎസ്പി വിനോദ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നു എന്ന വിവരങ്ങളാണ് നമുക്ക് ഇതിനകത്ത് നിന്നും ലഭിക്കുന്നത്. ഈ പരിശോധന നടത്തുന്ന ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ എല്ലാ മാസവും എല്ലാ വർഷത്തിലൊരിക്കലും നടക്കാറുള്ള പരിശോധനയാണെന്നാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും അറിയിപ്പ് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ഇനി എന്തെങ്കിലും പരാതിയുടെ അടിസ്ഥാനത്തിലാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള പരാതികൾ ലഭിച്ചിട്ടുണ്ടോ എന്നെല്ലാം ഉദ്യോഗസ്ഥർ ഈ പരിശോധന കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് കൂടുതൽ വ്യക്തമാകാൻ സാധിക്കത്തുള്ളൂ. എന്തായാലും ഈ അടുത്ത കാലത്തായിട്ട് വർക്കലയിൽ വന്ന സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിലാണ് വിജിലൻസിൻ്റെ മിന്നൽ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. കേരള പോലീസിൻ്റെ വിജിലൻസ് വിഭാഗം ഡിവൈഎസ്പി വിനോദ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള 8-അംഗ സംഘമാണ് ഇപ്പോൾ പരിശോധന നടത്തി വരുന്നതെന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 12 ഇവിടെ പരിശോധന ആരംഭിച്ചിട്ടുള്ളത്. ഇപ്പോഴും തുടരുകയാണ്. ഓഫീസിനകത്തേക്ക് മറ്റു ജനങ്ങൾക്ക് വേണ്ട സേവനങ്ങളെല്ലാം തന്നെ നിർത്തിവെച്ചുകൊണ്ടുള്ള പരിശോധന നടന്നു വരികയാണ്. നിരവധി ആൾക്കാരാണ് ഈ ഓഫീസിന് പുറത്തേക്ക് എത്തി മടങ്ങിപ്പോകുന്ന കാഴ്ചകളും നമുക്കിവിടെ നിന്ന് കാണുവാൻ സാധിക്കും. ഇതുമായി നമ്മൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരടുത്ത് സംസാരിച്ചപ്പോൾ ഇത് നടന്നു വരാറുള്ള മിന്നൽ പരിശോധന, എല്ലാ ഓഫീസുകളിലും നടന്നു വരാറുള്ള മിന്നൽ പരിശോധന മാത്രമാണെന്നുള്ള പ്രാഥമിക വിവരമാണ് ലഭിക്കുന്നത്. ഇനി കൂടുതൽ ഇവരുടെ പരിശോധന പൂർത്തിയായതിനു ശേഷം മാത്രമേ എന്തൊക്കെ തരത്തിലുള്ള രീതിയിലുള്ള എന്തെങ്കിലും ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ള വിവരങ്ങൾ അറിയുവാൻ സാധിക്കൂ. ഇനി ഈ പരാതി എന്തെങ്കിലും ഈ ഒരു റെയ്ഡ് ഏതെങ്കിലും പരാതിയുടെ അടിസ്ഥാനത്തിൽ നടക്കുന്നതാണോ എന്നുള്ള വിവരങ്ങൾ കൂടുതൽ ഈ പരിശോധന പൂർത്തിയായതിനു ശേഷം മാത്രമേ നമുക്ക് പറയുവാൻ സാധിക്കൂ. വർക്കലയിൽ നിന്നും RS നിഷാദ്, ന്യൂസ് ഡയറി, കേരള.